നമ്മുടെ നാട്ടിലെ ആശുപത്രി സേവനങ്ങൾ വെച്ചിട്ട് ഖത്തറിലെ കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നായിരുന്നു. ഖത്തറിലെ ഏറ്റവും നല്ല ഗൈനൊക്കെ ഏതാണ്, അതുപോലെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പറയാം, എനിക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററിൽ നിന്നാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോം ടെസ്റ്റിൽ പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഹെൽത്ത് സെൻ്ററിൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ ഹസ്ബൻഡും വൈഫൊക്കെ അകത്ത് ചെന്ന് മറ്റേ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചെന്നു, നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് കൺഗ്രാജുലേഷൻ പറയുന്നു. അങ്ങനെയൊക്കെ പ്രതീക്ഷയാണ് കേട്ടോ ഞാൻ ചെല്ലുന്നത്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഹസ്ബൻഡിൻ്റെ അകത്ത് പോലും കയറ്റിയില്ല കേട്ടോ. എന്നെ തന്നെ വിളിച്ചു, അകത്ത് ചെന്നു. അവർ ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഹോം ടെസ്റ്റ് ചെയ്തതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവാണ്, അപ്പോൾ കുറച്ച് ലാബ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വരൂ, പിന്നെ ഞാൻ ഫോളിക് ആസിഡ് എഴുതുന്നുണ്ട് എന്നും പറഞ്ഞ് അവരെന്നെ വിട്ടാക്കി. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ എക്സ്പീരിയൻസ്. എന്തായാലും സന്തോഷമായി, ഹാപ്പി ന്യൂസ് ആണല്ലോ. അപ്പോൾ പുറത്ത് വന്ന് ഹസ്ബൻഡിനോടും ഫാമിലിയോടൊക്കെ ഷെയർ ചെയ്ത് സന്തോഷമായിട്ട് അങ്ങനെ ഇരുന്നു. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം ചെന്ന് ബാക്കി അവർ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും GDM ഡയഗ്നോസ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. ഇതായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം അവരെനിക്ക് ഫോളിക് ആസിഡ് മാത്രമാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അടുത്ത അപ്പോയിൻമെൻറ്റിൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് അന്ന് വിട്ടു. പക്ഷേ അപ്പോഴും എനിക്ക് അറിയാത്തൊരു ട്വിസ്റ്റ് അതിനകത്തുണ്ടായിരുന്നു. അതായത് നമ്മൾ നാട്ടിൽ സാധാരണ പ്രഗ്നൻസി റിലേറ്റഡ് കാര്യങ്ങൾക്ക് നേരെ പോയി കാണുന്നത് ഗൈനക്കിനാണല്ലോ. നമ്മൾ അന്വേഷിച്ച് നല്ലൊരു ഗൈനക്കിനെയൊക്കെ കണ്ടുപിടിച്ച് നേരെ അവിടെ നിന്നാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും. അല്ലെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് പ്രഗ്നൻസി നമ്മൾ ഒരേ ഗൈനക്കിനെ തന്നെ കാണുന്നു, ഈവൻ ബേബി ഉണ്ടായതിന് ശേഷം അതേ ഗൈനക്കിനടുത്ത് തന്നെ പോകുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഞാൻ 3-4 തവണ അപ്പോയിൻമെൻറ്റ്സിന് ചെന്നപ്പോഴും പല ഡോക്ടേഴ്സിനെയാണ് കണ്ടത്. അപ്പോൾ ഒക്കെ എൻ്റെ വിചാരം ഇവരൊക്കെ ഗൈനക്കോളജിസ്റ്റുകളായിരുന്നു എന്നായിരുന്നു. പക്ഷെ അല്ലായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിവിടെ കാണുന്നതെല്ലാം ഫിസീഷ്യൻസിനെയാണ്. അപ്പോൾ പ്രഗ്നൻസി ഒക്കെ കൺഫേം ചെയ്തതിന് ശേഷം ഫസ്റ്റ് അൾട്രാസൗണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഹെൽത്ത് സെൻ്ററിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആൻറ്റിനേറ്റൽ ക്ലിനിക്കിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടുക. ഇത് ഹെൽത്ത് സെൻ്റർ തന്നെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അവിടെ ഉള്ളതും ഒരു ഫിസീഷ്യൻ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രോപ്പർ ഗൈനക്കല്ല, പക്ഷെ അതിൻ്റെ എന്തോ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. ഇങ്ങനെ പറഞ്ഞാലും ഇവർക്കെല്ലാം നല്ല ഐഡിയ ഉണ്ട് കേട്ടോ, അല്ലാതെ ഇവർക്കൊന്നും അറിവില്ല എന്നല്ല പറയുന്നത്. നമ്മൾ നാട്ടിലത്തെ പോലെ ത്രൂ ഔട്ട് ഒറ്റ ഡോക്ടറെ തന്നെ കാണുക എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ലയെന്ന് മാത്രം. നമുക്ക് ഓരോ തവണ അപ്പോയിൻമെൻറ്റ് ഉള്ള സമയത്തും ഏത് ഡോക്ടറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഷെഡ്യൂൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് GDM ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയറ്റീഷ്യൻ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൽ എൻ്റർ ആവുകയും മീൻസ് ഡോക്ടേഴ്സ് ഇടുകയും നമുക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ കോൾസ് വരികയും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അതിനകത്ത് ടെലിഫോണിക് ആണെങ്കിൽ അങ്ങനെ, ഫേസ് ടു ഫേസ് ആണെങ്കിൽ അങ്ങനെ, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് MCH കൗൺസിലർ നമ്മളെ വിളിക്കും, ഡയറ്റീഷ്യൻ വിളിക്കും, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ഒരു ഗൈനക്കിനെ കാണുന്നു, ത്രൂ ഔട്ട് ആ ഗൈനക്കിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. ഓരോ തവണ കാണുന്ന ഡോക്ടറെ ചെല്ലുക, പക്ഷെ അവർ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും എന്താണ് പർപ്പസ് ഓഫ് വിസിറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത്ര വീക്ക് പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പറയുമ്പം അവർ നമ്മുടെ ഹെൽത്ത് കാർഡ് വെച്ച് സിസ്റ്റം ചെക്ക് ചെയ്യുകയും നമ്മുടെ അന്നേരത്തെ സ്റ്റാറ്റസ് ഒക്കെ നോക്കുകയും ലാസ്റ്റത്തെ നമ്മുടെ വൈറ്റൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുകയും ചെയ്യും. അപ്പോൾ വൺസ് നമ്മൾ ഈ സിസ്റ്റത്തിൽ എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നാലെയുള്ള അൾട്രാസൗണ്ടുകളായിക്കോട്ടെ, ലാബ് ടെസ്റ്റുകളായിക്കോട്ടെ, ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ആ ഒരു പ്രോപ്പർ ഓർഡറിൽ ഇങ്ങ് നടന്നു പോരുട്ടോ. നമ്മൾ അതിനെപ്പറ്റി പിന്നെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കറക്റ്റ് സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് മെസ്സേജസ് ആയിട്ട് കറക്റ്റായിട്ട് വരും. ഇന്ന ദിവസമാണ്, വീണ്ടും നമുക്ക് ഫോണിൽ കൺഫർമേഷൻ വരും. അതുപോലെ അൾട്രാസൗണ്ടിൻ്റെ ആയാലും ഒക്കെ എല്ലാം പക്ക ഷെഡ്യൂൾഡാണ്. നമ്മളൊന്നും അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടി അങ്ങോട്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമുക്ക് റീസ്കെഡ്യൂളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എനിവേ, നമ്മൾ ഈ ഡോക്ടേഴ്സിനെ, ഈ ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടേഴ്സിനെ കണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വരെ, അതായത് നോർമൽ കേസസിലൊക്കെയാണ് ഒരു 7th മന്ത് വരെ എന്നാണ് എൻ്റെ അറിവ്, നമ്മൾ ഈ ഹെൽത്ത് സെൻ്ററിൽ തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ ഹെൽത്ത് സെൻ്റർ ഏത് ഹോസ്പിറ്റൽ അണ്ടറിലാണോ ആ ഹോസ്പിറ്റലിലോട്ട് നമുക്ക് റെഫറൻസ് കിട്ടുക. ഇനി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത കേസാണ് എന്നുണ്ടെങ്കിൽ ഹെൽത്ത് സെൻ്ററിൽ തന്നെയും ഡെലിവറി കംപ്ലീറ്റ് ചെയ്യും എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം എനിക്കൊരു 5th മന്ത് കഴിഞ്ഞ് ഒരു 6th മന്ത് ബിഗിനിങ് ഒക്കെ ആയപ്പോഴേക്കും എന്നെ വിമൻസ് വെൽകെയറിലോട്ട് അവർ റെഫർ ചെയ്തായിരുന്നു. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അതല്ലാത്ത പക്ഷം ഹെൽത്ത് സെൻ്ററിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളിപ്പം ഫസ്റ്റ് തൊട്ടേ വേറെ ഡോക്ടേഴ്സ് ആയിരിക്കുന്നത് പോലെ തന്നെ ഈവൻ നമ്മൾ ഡെലിവറി റൂമിൽ ചെന്നാലും ഈ ഒരേ ഡോക്ടേഴ്സൊന്നും
ആയിരിക്കത്തില്ല കേട്ടോ അവിടെ ഉണ്ടാവുക. സ്റ്റാഫും ഡോക്ടേഴ്സും ആൾക്കാരെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം. കാരണം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ കണ്ടീഷൻസ് എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം അവർക്ക് അറിയാവുന്നതുകൊണ്ടും അത് പ്രോപ്പറായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 5th മന്തിൽ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ സമയത്ത് അവിടെ നമ്മളൊരു ഗൈനക്കിനെ കാണുകയും അപ്പോൾ അവിടെ ഇരിക്കുന്ന പേഷ്യൻസൊക്കെ ആ ഗൈനക്കുമായിട്ട് ഭയങ്കര പേഴ്സണലി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സൗകര്യം ഇല്ലല്ലോ. കാരണം ഓരോ തവണ ചെല്ലുന്നു ഓരോ ഡോക്ടേഴ്സിനെ കാണുന്നു, അവർക്ക് നമ്മൾ അറിയത്തില്ല, ഒന്നുമില്ല, നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പം ആക്ച്വലി അതെനിക്കൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല. കാരണം നമുക്ക് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. നമ്മുടെ ഇവിടെ ചെല്ലുമ്പോൾ ഒക്കെ നല്ല കെയറാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിക്കുന്നത് എന്തെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല കെയറിങ് ആണ്. അപ്പോൾ പിന്നെ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എനിവേ അങ്ങനെ ഒരു വലിയ ഡിഫറൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഗൈനക്ക് ഇതാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാനൊരു ഓപ്ഷൻ ഇവിടെ നമുക്കില്ല കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അതായത് അവർക്ക് ഹെൽത്ത് കാർഡ് കിട്ടി, ഇപ്പോൾ 8th മന്തിലാണ് ഹെൽത്ത് കാർഡ് കിട്ടിയത്. അപ്പോൾ ഇപ്പോഴും ഹെൽത്ത് സെൻറ്ററിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്, വേറെ ഹമദിലോട്ട് അവർ റെഫറൻസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ റെഫറൻസ് കൊടുക്കണം എന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എപ്പോഴും അങ്ങനെ റെഫറൻസ് കൊടുക്കണം എന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. മാത്രമല്ല എവിടേക്കാണ് റെഫർ ചെയ്യണ്ടേ എന്ന് പറയാനും നമുക്ക് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്നെ ഓട്ടോമാറ്റിക്കലി അവർ വിമൻസിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. എനിക്കിവിടെ വക്രയായിരുന്നു അടുത്ത ഹോസ്പിറ്റൽ, പക്ഷേ അവരെന്നെ വിമൻസിലോട്ടാണ് മാറ്റിയത്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വക്രയിലോട്ട് പോകാം, അതർവൈസ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്സിനെല്ലാം വിമൻസിലോട്ട് തന്നെ ചെല്ലണം എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സമ്മപ്പ് ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ ഹെൽത്ത് കാർഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിൽ ചെന്ന് പ്രഗ്നൻസി കൺഫേം ചെയ്യുക. അതിനുശേഷം പിന്നെ അവിടെ നിന്നെല്ലാം ഓട്ടോമാറ്റിക്കലി സ്കെഡ്യൂൾഡ് ആയിരിക്കും. നിങ്ങളൊന്നിനെ പറ്റിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്ത അൾട്രാസൗണ്ടും കാര്യങ്ങളെല്ലാം അപ്പോയിൻമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകും. നിങ്ങൾ അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ ഞാൻ അന്ന് ആപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ലബൈ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈറ്റൽ സെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. മാത്രമല്ല നിങ്ങൾക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. വൺസ് നിങ്ങളുടെ ഫോണിൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ തവണ ചെല്ലുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഇവർ നമുക്ക് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അടുത്ത് ഞാൻ ഒരു കോഴ്സ് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം. വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് ചോദിച്ചാൽ മതി, അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.